എന്താണ് സ്വർഗം എന്ന് വിശദീകരിക്കാൻ പറ്റാത്ത വിധം അത്രയും വലിയ ഒരു പ്രതിഭാസമാണ് സ്വർഗം എന്നാണ് ദൈവവചനവും സഭയും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യേശു പോലും സ്വർഗത്തെ വിവിധ പ്രതീകങ്ങളിലൂടെ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. അത് വിശുദ്ധ ഗ്രന്ഥം അതിനെപ്പറ്റി പ്രതീകങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. ജീവൻ, പ്രകാശം, സമാധാനം, വിവാഹാഘോഷം, രാജ്യത്തിന്റെ വീഞ്ഞ്, പിതാവിന്റെ ഭവനം, സ്വർഗീയ ജെറുസലം, പറുദീസ, ഇങ്ങനെയുള്ള ഓരോ പ്രതീകങ്ങളിലൂടെ മാത്രമേ യേശു സ്വർഗത്തെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രയും വലിയ ഒരു മിസ്റ്ററിയാണ് സ്വർഗം എന്നുള്ളത്. അതുകൊണ്ട് സ്വർഗത്തിന്റെ ചില സവിശേഷതകൾ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്വർഗത്തിന്റെ സവിശേഷതയായി ബൈബിളിൽ പറഞ്ഞുള്ള സവിശേഷതകളിൽ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഒന്ന്, സ്വർഗം ദൈവം സംവിധാനം ചെയ്തതാണ്. എബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം, എബ്രായ ലേഖനം 11-ാം അധ്യായം 10-ാമത്തെ വാക്യം വചനം വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരത്തെയാണല്ലോ അവൻ പ്രതീക്ഷിച്ചിരുന്നത്. ദൈവം സംവിധാനം ചെയ്തത്, ദൈവം നിർമ്മിച്ചത്, ദൈവം അടിസ്ഥാനം ഉറപ്പിച്ചത് ഒരു വലിയ നഗരം അവൻ പ്രതീക്ഷിച്ച് സ്വപ്നം കണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ സ്വർഗത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് പിതാവായ ദൈവം നേരിട്ട് ചെയ്തിരിക്കുന്ന സംഗതി. മാലാഖമാരോ മുഖ്യദൂതന്മാരോ വേറെ ആർക്കെങ്കിലും അതിൽ പങ്കാളിത്തം കൊടുത്ത് ദൈവം തന്നെ നേരിട്ട് ചെയ്തു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? നമുക്കറിയാം, നമ്മൾ ഭൂമിയിൽ ഒരു എന്തെങ്കിലും നമുക്ക് വിസ്മയകരമായ ഒരു നിർമ്മാണം കണ്ടാൽ, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പണ്ട് ഒരു ഒമാനിലോ എവിടെയോ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് പോയി, ഒരു കുഗ്രാമത്തിൽ. പക്ഷെ റോഡൊക്കെ ബെസ്റ്റ് റോഡ്. ഉടനെ ഞാൻ പറഞ്ഞു, ദൈവമേ, ഇത് ചെറിയ രാജ്യമാണെങ്കിലും നല്ല നല്ല ബെസ്റ്റ് റോഡാണല്ലോ. ഉടനെ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ഒരു മനുഷ്യൻ പറയുകയാണേ, അതെ, ഇത് ബ്രിട്ടീഷ് ബ്രെയിനാണ്, ബ്രിട്ടീഷ് ബ്രെയിനാന്ന് പറഞ്ഞ് ഇവിടെയുള്ള ആരും ചെയ്തതല്ല, ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ വന്ന് ചെയ്തതാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പിന്നെ വേറെ ചിലപ്പോൾ ദുബായിൽ വലിയൊരു ബിൽഡിംഗ് ഉണ്ടെന്ന ബാർജ് ദുബായോ അല്ലെങ്കിൽ ഖലീഫ ദുബായ് അല്ല, അങ്ങനത്തെ ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു, ഇത് ഇത്ര എഞ്ചിനീയർമാർ ഒരുമിച്ചിരുന്ന് ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആളുകൾ വിവരിക്കുമ്പോൾ നിറപ്പകട്ടാർന്ന അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ എഞ്ചിനീയറിനെ കുറിച്ചൊക്കെ പ്രത്യേകം ആദ്യം തന്നെ അവർ വിവരിക്കും. അപ്പോൾ ഒരു വലിയ നിർമ്മാണം കാണുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിൽ വരുന്ന ചോദ്യം ഇതാണ്, ഇത് ഏത് എഞ്ചിനീയറാണ് ഡിസൈൻ ചെയ്തത്? സ്വർഗത്തിന്റെ ഈ വിസ്മയനീയമായ രംഗങ്ങൾ കാണുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു ചോദ്യമായിരിക്കും, ദൈവമേ, ഇതാരാണ് ഇതുപോലെ ഡിസൈൻ ചെയ്തത്? ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, പിതാവായ ദൈവം നേരിട്ട് ഡിസൈൻ. അതിന്റെ ചീഫ് എഞ്ചിനീയറും അതിന്റെ ഏക എഞ്ചിനീയറും പിതാവായ ദൈവം മാത്രമാണ്. അടുത്ത വചനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? തുടർന്ന് പറയാണ്, പിതാവായ ദൈവം നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതും പടുതീർന്നതുമായ ഒരു നഗരത്തെയാണല്ലോ അവൻ പാർത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് പിതാവായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയപ്പോൾ എന്നാണ് ഒരുക്കിയെന്ന് നിങ്ങൾക്ക് വല്ല ഗ്രാഹ്യമുണ്ടോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 34-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറയുകയാണ്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എപ്പോഴത് സജ്ജമാക്കിയിരിക്കുന്നത്? ഉറക്കെ പറ. പത്തനംതിട്ടക്കാരെല്ലാം വളരെ ഉഷാറാണ്, പക്ഷെ സ്വരം മാത്രം തീരെ വീക്കാണ്. അവർക്ക് പറഞ്ഞേ, ലോക സ്ഥാപനം മുതൽ. നിങ്ങൾ ഉറക്കെ പറഞ്ഞില്ലെങ്കിൽ കുട്ടികൾ റെഡിയാവും. കുട്ടികളെ, നിങ്ങളുടെ സ്വരം ഇല്ലാത്തതുകൊണ്ട് ആകെ പോക്കായി. ഇനി എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയണം. എപ്പോൾ മുതലാണ് ദൈവം നമുക്ക് സ്ഥലം ഒരുക്കിയിരിക്കുന്നത്? ഇതേ മാതിരി പറയണം. പ്രൈസ് ദി ലോർഡ്. ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ സ്വർഗത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. അത് എനിക്ക് വേണ്ടി, ഓരോരുത്തർക്കും വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി അത് പിതാവായ ദൈവം സജ്ജമാക്കി വെച്ചിരിക്കും. സജ്ജമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സജ്ജമാക്കുക. ഉറക്കെ പറ. സജ്ജമാക്കുക എന്ന് പറഞ്ഞാൽ ഒരുക്കുക. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പിതാവ് വരിക എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിശിഷ്ട അതിഥി വരിക എന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ പിതാവിന് വേണ്ടി വീട് സജ്ജമാക്കും, അല്ലെങ്കിൽ വിശിഷ്ട അതിഥിക്ക് വേണ്ടി വീട് സജ്ജമാക്കും. എങ്ങനെ സജ്ജമാക്കും? വേഗം അടിച്ചു വാരി വൃത്തിയാക്കും, ആ എട്ടുകാലിനെ ഓടിച്ചു കളയും, പിന്നെ ആ കോഴിക്കാട്ടൻ പോലെ കണ്ടും പുള്ളിയും പിടിച്ചു അതൊക്കെ എന്തെങ്കിലും തേച്ച് പിടിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ണം പോലെ സാധനം ഇടും. പിന്നെ കസേരയൊക്കെ നോക്കും, ഒരു നല്ല കസേര അല്ലെങ്കിൽ ഒരു തുണി എന്തെങ്കിലും കൂടി കിട്ടും.
അങ്ങനെ പിന്നെ വേണ്ടാതെ കുറെ സാധനം നേരാക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ അവിടെ മൊത്തം ഒരു കട്ടൻ കെട്ടി ആ ഭാഗത്തേക്ക് പ്രവേശനം ഇല്ലെന്ന് അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. സത്യമാക്കാന്ന് പറഞ്ഞാൽ വരുന്ന ആൾക്ക് സന്തോഷം ഉണ്ടാകുന്ന വിധം നീറ്റാക്കി നല്ല ഒരുക്കിയിടുക. ഇപ്പൊ സഖിയോൻ ധ്യാനകേന്ദ്രം സജ്ജമാക്കും. ധ്യാനിക്കാൻ ആളുകൾ വരുമ്പോൾ സഖിയോൻ ധ്യാനകേന്ദ്രം സജ്ജമാക്കും. എപ്പോഴാണ് സജ്ജമാക്കണമെന്ന് അറിയോ? വെള്ളിയാഴ്ച ധ്യാനം തീർന്ന ആളുകൾ പോയി കഴിയുമ്പോൾ വെള്ളിയാഴ്ച രാവിലെ 8:30 മുതൽ വെള്ളിയാഴ്ച മുഴുവനും അത് അടിച്ച് കഴുകി തേച്ച് വെട്ടിപ്പാക്കിയിടുന്നു. പിന്നെ ശനിയാഴ്ച ഡെറ്റോളിട്ട് കഴുകി തുടച്ച് അത് ധൂപാർപ്പണം ചെയ്ത് വെഞ്ചരിച്ച് അതിനകത്ത് സകല മാലിന്യങ്ങളും കളഞ്ഞ് ഞായറാഴ്ച പുതിയ ധ്യാനത്തിന് ആളുകൾ വരുമ്പോൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അടിച്ചു വാരി തുടയ്ക്കും, വൃത്തിയാക്കും, എല്ലാം എന്തെങ്കിലും കണ്ടെങ്കിൽ ശരിയാക്കും, മെയിൻ്റനൻസ് ഒക്കെ നടത്തും. അതൊക്കെ ചെയ്ത് അത് ഒരുക്കി കൊടുക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്ക് നമ്മൾ എത്ര വില കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് അത് നമ്മൾ ഒരുക്കുന്നത്. അപ്പൊ ധ്യാനത്തിന് വരുന്നവർക്ക് നല്ല വിലയുണ്ട്. അതുകൊണ്ട് ഡയറക്ടർ അച്ഛൻ പറഞ്ഞാൽ ജോയിന്റ് ഡയറക്ടർ അച്ഛൻ ആന്റണി നെടുമ്പുറത്തിലച്ഛൻ തന്നെ അവിടെ നിന്ന് 2 ദിവസം കൊണ്ട് അത് ഒരുക്കി ആളുകൾക്ക് അത് സജ്ജമാക്കി കൊടുക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഒരു ഫോൺ കോൾ നമ്മുടെ പിതാവിന്റെ ഫോൺ കോളാന്ന് വിചാരിക്കുക. നമ്മുടെ അഭിയുന്ന ജോഷുവ പിതാവ് അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തോസ് പിതാവിന്റെ ഫോൺ കോൾ, പിതാക്കന്മാരുടെ ഫോൺ കോൾ വരാം. അതെ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഒരാഴ്ച ധ്യാനിക്കാൻ വേണ്ടി വരുന്നുണ്ട്, ഒന്ന് റെഡി ആയിക്കോളാം. പിതാവ് വരുമ്പം വെള്ളിയാഴ്ച രാവിലെ ഒരുക്കം തുടങ്ങിയാൽ മതിയോ? അതുവരെ ആന്റണിച്ചനാണ് നേതൃത്വം കൊടുത്തെങ്കിൽ പിതാവ് വരികയാണെങ്കിൽ വട്ടായലിച്ച നേരിട്ട് ഒരുക്കത്തിന് ചുക്കാൻ പിടിക്കും. ആദ്യം തന്നെ മീറ്റിംഗ് കൂടും. വേറെ വിനോദനുണ്ട്, ഞങ്ങൾ 3 അച്ഛന്മാരും കൂടെ കൂടി മീറ്റിംഗ് കൂടും. ഷൈജു അച്ഛനുണ്ട്, എല്ലാ അച്ഛന്മാരും കൂടി മീറ്റിംഗ് കൂടും. പിതാവിന് ഏത് റൂം കൊടുക്കണം, ആദ്യം ഏറ്റവും നല്ലൊരു റൂം ഫിക്സ് ചെയ്യും. പിന്നെ അതിൽ പോയി നോക്കുമ്പം സംവിധാനങ്ങളില്ലെങ്കിൽ അതൊക്കെ സംവിധാനം ചെയ്യും. പെയിന്റൊക്കെ അല്ലെങ്കിൽ വേഗം ഒന്ന് പെയിന്റൊക്കെ അടിച്ച് വൃത്തിയാക്കും. വാതിലേക്ക് വാതിലൊക്കെ പിടിപ്പിക്കും. പിന്നെ കർട്ടനിലേക്ക് കർട്ടൻ ഇടും. അപ്പോഴാണ് അന്വേഷണം ചവിട്ടിയില്ല, ഉടനെ ചവിട്ടി വാങ്ങിയിട്ടു. അപ്പോഴത്തേനും ആ ബക്കറ്റെല്ലാം പുള്ളിയും കണ്ടുപിടിച്ചാണ്. ഉടനെ ബക്കറ്റെല്ലാം മാറ്റി പുതിയൊരു ബക്കറ്റും കപ്പും. അപ്പോഴാണ് ടർക്കിയില്ല, ഉടനെ ടർക്കി വാങ്ങി വെച്ചു. അപ്പൊ കസേരയൊക്കെ പഴയ സാധനമാണ്. അവരുടെ ഒരു മരക്കാത്ത നല്ലൊരു കസേര സംഘടിപ്പിച്ച് കൊടുത്തിട്ടു. അങ്ങനെ നമ്മൾ പിതാവിന് എത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ അത്രയും നമ്മൾ ആ റൂം ഒരുക്കി പിതാവ് വരുമ്പം പിതാവിന് ഇഷ്ടപ്പെടുന്ന വിധം ആ റൂം നമ്മൾ പ്രസന്റ് ചെയ്യും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹോദരങ്ങൾ ഇതാ വേറൊരു ഫോൺ കോള്. ഇതാ ആലഞ്ചേരി പിതാവ് അങ്ങോട്ട് വരുന്നു എന്ന് ഒരു ഫോൺ കോൾ, അല്ലെങ്കിൽ ക്ലീമിക്സ് പിതാവ് വരുന്നു എന്ന് ഒരു ഫോൺ കോളോ. ഉടനെ എന്തായി? കൺട്രോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ മനത്തോടെ പിതാവ് തന്നെ വിളിച്ചു പറയും, പട്ടായലച്ചൻ ഒരു സഭയുടെ തലവനാണ് വരുന്നത്, വളരെ നല്ല വിധം എല്ലാം നോക്കിക്കൊണ്ട് എല്ലാം ചെയ്യണമെന്ന് പറയും. മനത്തോടത്ത് പിതാവ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു, എങ്ങനെയുണ്ട് ഒരുക്കങ്ങൾ പൂർത്തിയായോ, നന്നായോ, ഞാൻ വരണോ എന്നൊക്കെ ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരുക്കങ്ങൾ എപ്പോൾ തുടങ്ങും? ഒരാഴ്ച മുമ്പല്ല, 1 മാസം മുമ്പേ ഒരുക്കങ്ങൾ തുടങ്ങും. ആ മുറിയും പരിസരത്ത് മാത്രമല്ല, ആ കെട്ടിടത്തിന് ചുറ്റുമുള്ള പുല്ലുകൾ വെട്ടി വൃത്തിയാക്കും. മാത്രമല്ല, പറ്റുമെങ്കിൽ ആ ഗേറ്റുകൾ തൊട്ട് അങ്ങോട്ടുള്ള ആ ചപ്പ് ചടലൊക്കെ കളഞ്ഞ് നല്ല നീറ്റാക്കി പറ്റുമെങ്കിൽ തോരൻ അല്ലെങ്കിൽ ഒരു വെൽക്കം ഒക്കെ എഴുതി വെച്ച് സാധിക്കുന്നിടത്തോളം നമ്മൾ അത് നന്നാക്കും. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോള്. ഫ്രാൻസിസ് പാപ്പ വിളിക്കുന്നു. ഫ്രാൻസിസ് കോളിംഗ്. ഫോൺ താഴെ പോയി. പിന്നെ ശക്തി സംഭരിച്ച് ഫോണെടുത്ത് വീണ്ടും സംസാരിച്ചു. അപ്പോഴാണ് ഫ്രാൻസിസ് പറഞ്ഞത്, വട്ടായലച്ചൻ ഇതാ ഞാൻ റൂമിൽ നിന്ന് അങ്ങോട്ട് ധ്യാനിക്കാൻ വരുന്നുണ്ട്, ഒരാഴ്ച അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്തായി? എന്താ നിങ്ങളുടെ ചിരി ഒരു വല്ലാത്ത ചിരി? നടക്കില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? ആർക്കറിയാം? അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ എന്തായി? കൺട്രോള് മനത്തോടത്തിൽ പിതാവിന്റെ കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ ഇതിന് നേതൃത്വം, ഇതിന് ചുക്കാൻ പിടിക്കുന്ന ആരായിരിക്കും? കേരളത്തിലെ 3 സഭാ വിഭാഗങ്ങളിലെ തലവന്മാര്, ആലഞ്ചേരി പിതാവും നെയ്മിക്സ് പിതാവും പിന്നെ കല്ലറക്കൽ പിതാവും സൂസേബാക്കി പിതാവും, അങ്ങനെ സഭാ തലവന്മാർ ഒരു കമ്മിറ്റി ഉണ്ടാക്കും. ഒരുപാട് കമ്മിറ്റികൾ. അങ്ങനെ 1 മാസം മുമ്പ് ഒരുക്കം തുടങ്ങിയാൽ മതിയോ? 1 വർഷം മുമ്പ് ഒരുക്കം ആരംഭിക്കും. മാർപ്പാപ്പയാ വരുന്നത്. ആ മുറി മാത്രം ഇച്ചിരി വെള്ളം തെളിച്ച് അടിച്ചു വിട്ടാൽ മതിയോ? പോരാ. നെടുമ്പാശ്ശേരി തൊട്ട് ഒരുക്കം തുടങ്ങും. അല്ല ശരിയല്ലേ? ഉണ്ടല്ലോ. ഹലോ, ശരിയല്ലേ? മാർപ്പാപ്പയാ പറയണത്. നമ്മുടെ കയ്യിൽ നിന്നെല്ലാം കണ്ടോ. ആന്റണീസിന്റെ കാര്യം ആരും ചിന്തിക്കുന്നില്ല, വട്ടായത്തിന്റെ കാര്യം ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ
തിരുസഭയുടെ തലവന്മാരാണ് കമ്മിറ്റിയിൽ എല്ലാ കാര്യവും ഡിസൈഡ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്, ഒരു വ്യക്തി വരുമ്പോൾ ആരാണ് ഒരുക്കത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്നത് വരുന്ന വ്യക്തിയുടെ വില അനുസരിച്ചാണ്. വരുന്ന വ്യക്തിക്ക് നമ്മൾ എത്ര വില കൽപ്പിക്കുന്നുണ്ടോ അതനുസരിച്ചാണ് ഇവിടെ ആരാണ് ആ ഒരുക്കത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് തീരുമാനിക്കുന്നത്. ശരിയല്ലേ? ഈ രണ്ടാമത്തെ കാര്യം, എന്ന് ഒരുക്കം തുടങ്ങണം, എത്ര നേരത്തെ ഒരുക്കം തുടങ്ങണം എന്ന് നിശ്ചയിക്കുന്നതോ ഈ വരുന്ന വ്യക്തിക്ക് എത്ര വില കൊടുക്കുന്നതോ അത്രയും നേരത്തെ ഒരുക്കങ്ങൾ തുടങ്ങണം. ഇതാ സ്വർഗസ്ഥനായ പിതാവ് വേർത്ത് കുളിച്ച് നടക്കുക. ഇതാ അവിടെ ഒരു അണി അടിക്കുന്നു, അവിടെ ഒരു വാതിൽ വെക്കുന്നു, കസേര വലിച്ചിടുന്നു, വിരി വിരിക്കുന്നു. ഇങ്ങനെ രോഗാരംഭം മുതൽ സ്വർഗസ്ഥനായ പിതാവ് ഇങ്ങനെ വേർത്ത് കുളിച്ചു ഭയങ്കരമായ ഒരു 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 ഒരുക്കത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മാലാഖമാർ ചോദിക്കുന്നുണ്ട്, പിതാജി പിതാജി ക്യാ ഹുവാ? അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് പറഞ്ഞു, മാറി നിൽക്കൂ, ഞാൻ ഇത്തിരി തിരക്കിലാ, മാറി നിൽക്കൂ. ആ പത്തനംതിട്ടയെന്ന് ഒരു ഇവിടുത്തെ ഒരു ചേർത്തിയുടെ പേര് വിളിച്ചു പറയാമോ? മറിയാമ വേണ്ട, അമ്പടെ മറിയാമ ഇവിടെ ഇരിപ്പുണ്ട്. പത്തനംതിട്ടയെന്ന് ഒരു പൊറിഞ്ചു വരുന്നുണ്ട്. അതുകൊണ്ട് പൊറിഞ്ചുവിന് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ സഹോദരന്മാരെ, എന്നാ ഈ ഒരുക്കം തുടങ്ങിയെന്ന് പറ. ഇന്നലെ മിനിങ്ങാന്നും അല്ല, ലോക സ്ഥാപനം മുതൽ സ്വർഗസ്ഥനായ പിതാവ് ഇതാ ഒരുക്കുന്നു. അങ്ങോട്ട് മാറ്റിയിരുന്നു, ഇങ്ങോട്ട് മാറ്റിയിരുന്നു, പെയിന്റ് അടിക്കുന്നു, അങ്ങനെ ചെയ്ത് അങ്ങനെ ഒരുക്കി 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 ഒരുക്കി. എന്നിട്ട് എല്ലാ ദിവസവും നോക്കും, പോരാ പോരാ എന്റെ പൊറിഞ്ചുവാ. അങ്ങനെ പൊറിഞ്ചുവിന് വേണ്ടി ഒരുക്കിയിട്ട് ദൈവത്തിന് മതിയാകുന്നില്ല, അതുമാതിരി അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പൊറിഞ്ചുവിന് അവിടെയുള്ള വില ചിന്തിച്ചു നോക്ക്. ഇതാരാ ചെയ്യണത്? മുഖ്യദൂതന്മാരോ നമ്മുടെ കാവൽ മാലാഖമാരോ ഒന്നുമല്ല, അല്ലെങ്കിൽ നമുക്ക് മുമ്പേ പോയ ചാവറ കുര്യാക്കോ സീലിയാസച്ചനോ ഒന്നുമല്ല. ആരാ ഒരുക്കത്തിന് നേതൃത്വം കൊടുക്കുന്നത്? സ്വർഗസ്ഥനായ പിതാവ് നേരിട്ട്. എപ്പോഴാ പൊറിഞ്ചുവിന് വേണ്ടി ഒരുക്കം തുടങ്ങിയത്? ലോക സ്ഥാപനം മുതൽ. ഇന്നും നിലച്ചിട്ടില്ല. എത്ര ഒരുക്കിയാലും പോരാ, അത്രയും ബഹുമാനമാണ് പൊറിഞ്ചുവിന് അവിടെ. അങ്ങനെ സ്വർഗസ്ഥനായ പിതാവ് ഒരുക്കി ഒരുക്കി ഒരുക്കി. എന്റെ പൊറിഞ്ചു നാളെ വരും, ഇനി 9 ദിവസമുള്ളൂ, ഇനി 8 ദിവസമുള്ളൂ, ഇനി 7 ദിവസമുള്ളൂ, ഇനി 6 ദിവസമുള്ളൂ, ഇനി 5 ദിവസമുള്ളൂ. ഇങ്ങനെ നോക്കി നോക്കി ഇനി 1 ദിവസമുള്ളൂ, നാളെ എന്റെ പൊറിഞ്ചു വരും എന്ന് പറഞ്ഞു. പിന്നെ സ്വർഗനാഥ നിൽക്കുമ്പോ ദേ പൊറിഞ്ചു പേക്കോ നരകത്തിലേക്ക് പോകും. ആ സ്വർഗസ്ഥനായ പിതാവിന്റെ സ്ഥിതി ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതിൽ കൂടുതലൊരു വേദന ഒരു മനുഷ്യന് കിട്ടാനുണ്ടോ? പൊറിഞ്ചൂന് വല്ല ബോധമുണ്ടോ? അത് ഇവിടെ മൂക്കെല്ലാം കുടിച്ച് വീലായി ദേട്ട കിടക്കണം. അതിന് സ്വർഗമുണ്ടോ നരകമുണ്ടോ ഒരു ബോധവും പൊക്കണമില്ലാതെ അത് ഇവിടെ കുറച്ച് കപ്പയിൽ നിന്ന് കുറച്ച് പൂർത്തം കഴിച്ച് വീട്ടിൽ മറ്റേ ചാരായം അടിച്ച് ചങ്കുകറിലും പോയി ദേ കിടക്കണം. കുംഭസാരവും ഇല്ല, കുർബാനയില്ല, ധ്യാനവും ഇല്ല, ജപവും ഇല്ല, കർമ്മവും ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി തൻ്റെ ആത്മാവിനെ നിത്യതയെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കുമ്പോൾ ആ വ്യക്തി സ്വർഗസ്ഥനായ പിതാവിനെ അത്രയധികമായി വേദനിപ്പിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചു നോക്കണം. ഈ സ്വർഗസ്ഥനായ പിതാവ് ഇന്നലെ മിനിങ്ങാന്ന് തുടങ്ങിയതല്ല, ലോക സ്ഥാപനം മുതൽ തുടങ്ങി. അതിനെക്കുറിച്ച് യുവജന മതബോധന ഗ്രന്ഥത്തിൽ ഒരു സ്വർഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്ത് ഒരു വിശുദ്ധന്റെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. വിശുദ്ധന്റെ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 157 ഖണ്ഡികയുടെ സൈഡിൽ കൊടുത്തിരുന്ന കൊട്ടേഷനാണ്: സ്വർഗത്തിലുള്ള നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയതാണെന്ന് തോന്നും, കാരണം നിങ്ങൾ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അതായത് ഈ സ്വർഗം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല. ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് മാത്രമുള്ളതല്ല. സത്യത്തിൽ ആർക്കൊക്കെ ഉള്ളതാണ്? ഭൂമിയിൽ ജനിക്കുന്ന സർവ മനുഷ്യർക്കുള്ളതാണ്. ആഫ്രിക്കയിലുള്ളവർക്കും, ഇന്ത്യയിലുള്ളവർക്കും, ചൈനയിലുള്ളവർക്കും, റഷ്യയിലുള്ളവർക്കും, എല്ലാ രാജ്യങ്ങളിലുമുള്ള സർവ മനുഷ്യർക്കും, സർവ മതസ്ഥർക്കും, മനുഷ്യനായി ജനിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി സ്വർഗസ്ഥനായ പിതാവ് ഇത് ഒരുക്കിയിട്ടുണ്ട്. അത് ഹൈന്ദവ സഹോദരങ്ങളാണെങ്കിലും, അത് മുസ്ലിം സഹോദരങ്ങളാണെങ്കിലും, അത് ഈ നൂറ്റാണ്ടിൽ ജനിച്ചവരാണെങ്കിലും, ഇനി 10 നൂറ്റാണ്ട് കഴിഞ്ഞ് ജനിക്കാതിരിക്കുന്നവരാണെങ്കിലും, ആദ്യ നൂറ്റാണ്ടിൽ ജനിച്ചവരാണെങ്കിലും, സർവ മനുഷ്യർക്കും സ്വർഗസ്ഥനായ പിതാവാണ്.
അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇതേമാതിരി